നമസ്കാരം. ഞാൻ എൻ്റെ ഈ മെസ്സേജുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിലൂടെയൊക്കെ വിടുമ്പോൾ പലരും അതിൽ കമന്റ് ചെയ്യുന്നുണ്ട്, ചിലരെന്നെ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പലരും ഇതിനു മുമ്പേ ചില സംഘടനകളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മീയ പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലതും പറയുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ചിലര് എന്നോട് സംസാരിക്കുന്നുണ്ട്. ഇത് ഞാനൊരു 16-17 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഇത് ആൾക്കാരെയൊക്കെ അറിയിച്ചു തുടങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ദൈവം പറഞ്ഞെന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ പുതിയൊരു കാര്യം അല്ലെങ്കിൽ ദൈവം എനിക്ക് പറഞ്ഞെന്നല്ലേ എന്ന് വിചാരിച്ച വലിയ സംഭവം പോലെയാണ് എന്റെ ബന്ധുക്കളടുത്തും എന്റെ സുഹൃത്തുക്കളടുത്തും എനിക്ക് പരിചയമുള്ളിടത്തൊക്കെ ഞാൻ അന്ന് ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ പറയുമ്പോൾ പലരും അത് കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നേരത്തെ ചില ഹൈന്ദവ ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്തീയ ഗ്രൂപ്പുകളിൽ ഒക്കെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നെന്നും ഇങ്ങനെയൊക്കെ പറയുന്നെന്നും എന്നൊക്കെ അവർ പറയുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം ഇതൊക്കെ നേരത്തെ പലർക്കും അറിയാമെങ്കിൽ എന്നെ ഈ കുട്ടിക്കാലം മുതലേ ട്രെയിൻ ചെയ്ത് വേറെ ഒന്നിനും വിടാതെ ദൈവം തന്നെ എന്നോട് സംസാരിച്ച് ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? കാര്യം ഇത് പലർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അവരിലൂടെയൊക്കെ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോ എന്നോട് ദൈവം പറഞ്ഞത്, എനിക്ക് എന്റെ ജന്മത്തിൽ ഒരു നിയോഗം ഉണ്ട്. എന്റെ ഇതിനു മുമ്പുള്ള ജന്മവും അതിനു മുമ്പുള്ള ജന്മത്തിലൊക്കെ എന്റെ ആത്മാവ് ഈ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്തിട്ടുമുണ്ട്. ഈ ജന്മത്തിലും അത് തന്നെ ചെയ്യും. അപ്പൊ അത് എനിക്ക് ദൈവം ചില കാഴ്ചകളിലൂടെയൊക്കെ എന്റെ കഴിഞ്ഞ ജന്മമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലായപ്പോ എന്റെ നിയോഗം ഇതാണല്ലോ എന്ന് മനസ്സിലാക്കി എന്റെ ഇഷ്ടങ്ങളും എന്റെ മോഹങ്ങളൊക്കെ ഞാൻ പതുക്കെ ഒഴിവാക്കി ദൈവത്തിൽ പൂർണ്ണ സറണ്ടറായി ദൈവത്തിന്റെ ജോലിക്കായിട്ട് ഞാൻ ഇറങ്ങി തുടങ്ങി. അപ്പൊ അന്ന് പലരും എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവം പറഞ്ഞത്, ഓരോ കാലഘട്ടത്തും ഇത് പണ്ട് മുതലേക്കേ പറയുന്ന കാര്യം തന്നെയാണ്. ഈ സത്യയുഗവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭൂമിയിൽ വരുമെന്നും മരണമെന്നും ഒക്കെ പണ്ട് മുതലേ പറയുന്നതാണ്. അപ്പൊ ഈ പറയാൻ വേണ്ടി ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുക്കുകയും അവരിലൂടെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യും. ഈ അറിയിച്ചു കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ആ കാലഘട്ടത്തിൽ അല്ലെ വ്യക്തി ഉള്ള സമയത്ത് ഇത് വളരെ കറക്റ്റായിട്ട് പോവുകയും പിന്നെ ഇതൊരു കുറച്ചു നാൾ കഴിഞ്ഞ് വരുമ്പോൾ ഈ വ്യക്തിയുടെ കൂടെ പല വ്യക്തികൾ വന്ന് ജോയിന്റ് ആകുകയും ഒരു ഗ്രൂപ്പ് പോലെ അല്ലെങ്കിൽ ഒരു സംഘടന പോലെ ഇത് ഉണ്ടായി വരികയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ വന്ന് തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ ഇതങ്ങോട്ട് പതുക്കെ തെറ്റാൻ തുടങ്ങും. കാരണം ഈ വ്യക്തിയുടെ കൂടെ വന്ന് ഒട്ടുന്നതും വന്ന് ചേരുന്നതുമായിട്ടുള്ള വ്യക്തികളിൽ പലരും തനി നെഗറ്റീവ് ആൾക്കാരായിരിക്കും. കാരണം അവരുടെ വിചാരം എന്തെന്ന് വെച്ചാൽ ഈ വ്യക്തി സത്യയുഗത്തെ കുറിച്ചൊക്കെ പറയുന്നു, ദൈവീക കാര്യങ്ങളൊക്കെ പറയുന്നു, ഇതുവരെ കേട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ ഈ വ്യക്തിയുടെ കൂടെ ഒട്ടി നിന്ന എനിക്കും ഇതൊക്കെ കിട്ടുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇവർ വന്ന് ഒട്ടുന്നത്. അല്ലാതെ ഇവർക്ക് ദൈവത്തോട് വലിയ ആത്മാർത്ഥതയോ ദൈവത്തിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കണമെന്നോ ഈ വ്യക്തി പഠിപ്പിക്കുന്നത് പോലെയൊക്കെ സ്വന്തം ജീവിതത്തിൽ വരത്തണമെന്നും ഇക്കൂട്ടർക്ക് ആഗ്രഹമില്ല. ഇവരുടെ വിചാരം ഈ വ്യക്തിയുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ ഈ സംഘടനയിൽ ഒരു മെമ്പറായിട്ട് എല്ലാവരും നടക്കുന്നത് പോലെ വേഷഭൂഷാദികളൊക്കെ ആയിട്ട് നടന്നാൽ അല്ലെങ്കിൽ കുറെ വചനങ്ങളൊക്കെ കാണാതെ പഠിച്ചിരുന്നാൽ എന്റെ കാര്യവും ഓക്കെ എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അപ്പൊ ഇങ്ങനെ ചില വ്യക്തികൾ വന്ന് ഒട്ടിയാണ് ഈ പ്രസ്ഥാനം. അപ്പൊ ഈ നെഗറ്റീവ് ശക്തികളാണ് ഇവരിൽ കൂടുതൽ സ്വാധീനിച്ച് നിൽക്കുന്നത്. കാരണം ഇവർക്ക് ദൈവത്തോട് ആത്മാർത്ഥമുള്ളവരായിരിക്കില്ല. മിക്കവരും ഈ അസുരന്മാരുടെ പ്രേരണയാൽ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇവർ വന്ന് ഒട്ടി ഇവരുടെയൊക്കെ സാമീപ്യം വരുമ്പോൾ ഈ പ്രസ്ഥാനത്തിൽ നെഗറ്റീവ് എനർജി കൂടി വരികയും ഇത് പതുക്കെ നെഗറ്റീവിന്റെ കയ്യിലേക്ക് പോവുകയും പിന്നെ ഇതൊരു ബിസിനസ് സ്ഥാപനങ്ങളായും ഒരു ഭൗതിക കാര്യങ്ങളുമായിട്ട് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായി മാറിപ്പോകും. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നു വെച്ചാൽ വേറെ ചില വ്യക്തികളെ അടുത്ത് തെരഞ്ഞെടുത്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ മറ്റു വ്യക്തികളിലൂടെയും അറിയിക്കാൻ തുടങ്ങും. ക്രമേണ അവരിലൂടെ അവരുടെ ശിഷ്യരായിട്ടും അവരുടെ മെയിൻ വലം കൈയുമായിട്ടൊക്കെ വരുന്ന വ്യക്തികളിലൂടെ ഇത് പിന്നെയും തെറ്റി പോകാൻ തുടങ്ങും. ഇത് തന്നെയാണ് എല്ലാ നേരത്തെയുള്ള മതങ്ങളിലും ഒക്കെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ പറയുന്ന വ്യക്തി കറക്റ്റ് ആയിരിക്കും. പിന്നെ ശിഷ്യരെന്ന് പറയുമ്പോൾ ഈ വ്യക്തി പോലെ അല്ലല്ലോ. ശിഷ്യർ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ കണ്ടും കൊണ്ട് ഈ വ്യക്തി എന്തോ ദൈവത്തിന്റെ ആളാണ്, അപ്പൊ ഈ വ്യക്തിയുടെ അടുത്ത് എന്ന് ഒരു ബന്ധം ഉണ്ടാക്കാം, അല്ലെങ്കിൽ വ്യക്തിയുടെ അടുത്ത് നമ്മൾ സഹകരിച്ച് നിന്നാൽ എന്റെ കാര്യം ഓക്കെ ആകും എന്ന് വിചാരിച്ചാണ് ഈ പലരും ഈ ശിഷ്യരായിട്ട് വന്നങ്ങ് കൂടുന്നത്. ഇതാണ് ഈ പ്രസ്ഥാനത്തിന്റെ നാശത്തിന്റെ കാരണം. പിന്നെ അതവിടെ നിന്നങ്ങ് മുരടിക്കും, പിന്നെ അത് വളരില്ല. കാരണം അങ്ങനെയുള്ള പ്രസ്ഥാനത്തെ വളർത്താൻ ദൈവത്തിന് കഴിയുകയില്ല. കാരണം നെഗറ്റീവ് ആയിപ്പോയി, വഴിയെല്ലാം തെറ്റിപ്പോയി. ഈ സ്ഥാപിച്ച വ്യക്തിയുടെ മരണശേഷമാണ് ഇതൊക്കെ സംഭവിക്കുകയും ചെയ്യണത്. അപ്പൊ എന്നെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ എന്നോട് ദൈവം പറയുന്നത്, ഇത് ഈ ഭൂമിയിൽ ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മാറ്റമൊന്നും വരില്ല. പക്ഷെ ഇനി സത്യയുഗത്തിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ
ഇതിലൊരു വ്യത്യാസം വരുള്ളൂ. കാരണം സത്യയുഗത്തിൽ ഇതിനെ തെറ്റിച്ച് കളയാനും പ്രലോഭിപ്പിക്കാനും വഴിതെറ്റിക്കാനും ഈ പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ അസുരന്മാരൊന്നും സത്യയുഗത്തിൽ ഇല്ല. എല്ലാത്തിനെയും ദൈവം അല്ലെങ്കിൽ ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികൾ എല്ലാത്തിനെയും തോൽപ്പിച്ച് ബന്ധിച്ച് അവരെയൊക്കെ പലതിനെയും നശിപ്പിച്ചും കളയും. അതുവരെ ഈ സത്യയുഗം വരുന്നത് വരെ ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ. ഒരിക്കലും പൂർണ്ണമായി ഒരാൾ ജയിച്ചു അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഓക്കെയായി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ മെസ്സേജുകളൊക്കെ പറയുമ്പോൾ ദൈവം എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മറ്റേവരിൽ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഈ സത്യയുഗത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി എന്നിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ആത്മീയ വളർച്ച വന്ന ഒരു വ്യക്തിക്ക് ഇത് പിടികിട്ടുള്ളൂ. ഇപ്പൊ മറ്റ് ക്രിസ്ത്യൻ ഗ്രൂപ്പാണെങ്കിലും മുസ്ലിം ഗ്രൂപ്പാണെങ്കിലും ഈ ഹൈന്ദവത്തിന്റെ ഗ്രൂപ്പുകളാണെങ്കിലും ഈ സത്യയുഗത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കി ആ പുതിയ കാലഘട്ടത്തേക്ക് വേണ്ടി താല്പര്യമായിട്ട് നിൽക്കുന്ന വ്യക്തികളിൽ ആത്മീയ വളർച്ച ഉള്ളവരുമുണ്ട്. ഇവരുടെ കൂടെ നിന്നാൽ എന്റെ കാര്യവും ഓക്കെയാകും എന്ന് പറഞ്ഞ് നിൽക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയ വളർച്ച ഇല്ലാത്ത ചില നെഗറ്റീവ് ആൾക്കാരും ഈ പ്രസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട്. ഇതിൽ ആത്മീയ വളർച്ച നേടിയിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ എന്നിലൂടെ വരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുള്ളൂ. മറ്റുള്ളവർക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ അവര് കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യയുഗം, ദൈവം ഒറ്റ ദൈവമേ ഉള്ളൂ, ദൈവം എന്ന് പറയുന്നത് മറ്റേ ബ്രഹ്മം, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയോ കേട്ട് മനസ്സിലാക്കി വെച്ചും കൊണ്ട് ഈ പുള്ളി പറയുന്നതിലും എല്ലാം ഒന്നല്ലേ, ഇതൊക്കെ പണ്ടേ നമുക്കറിയാവുന്നുള്ള എന്നങ്ങ് അവർക്ക് തോന്നും. പക്ഷെ ഈ സത്യയുഗത്തിലേക്ക് പോകാനുള്ള വഴികളും ദൈവം വെച്ചിരിക്കുന്ന പുതിയ രീതികളും എന്നിലൂടെ പറയുന്നുണ്ട്. അത് ഈ ആത്മവളർച്ച നേടാത്ത ഇവർക്കത് പിടികിട്ടൂല. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാൻ പോയാലും അവർക്കത് മനസ്സിലാവില്ല. കാരണം അവരുടെയൊക്കെ മനസ്സിൽ ഞാൻ ഈ സത്യയുഗത്തിലേക്ക് വേണ്ടി വന്ന ഒരു ദൈവിക അല്ലെങ്കിൽ ഒരു യോഗീശ്വരന്റെ സംഘടനയിലെ ആളാണല്ലോ, അപ്പം എന്റെ കാര്യം ഓക്കെ എന്ന് പൂർണ്ണമായ അങ്ങനെ ഒരു ധാരണയിൽ നിൽക്കുന്ന പലർക്കും ഇതിന്റെ ഈ അടുത്ത വേർഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും അവരെ മനസ്സിൽ കയറൂല. അവരതിൽ അടിമപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പിടികിട്ടൂല ഈ ബാക്കി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റൂല. പക്ഷെ മനസ്സിലാക്കേണ്ടവരുമുണ്ട്, അവർ മനസ്സിലാക്കും. ഇപ്പൊ എന്നോട് ദൈവം പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ മെസ്സേജുകൾ വിടുമ്പോൾ എനിക്ക് ദൈവം പറഞ്ഞ കാര്യങ്ങളങ്ങ് പറയുമ്പോൾ ശരിക്കും സത്യയുഗത്തിലേക്ക് ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ സംഘടനയിലൊക്കെ ഒരുപാട് പേരെ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരിൽ തെരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ എന്റെ മെസ്സേജുകൾ കേൾക്കാനും അതൊക്കെ മനസ്സിലാക്കാനും പറ്റുള്ളൂ. അത് ദൈവമാണ് ചെയ്തു തരുന്നത്. എനിക്കറിഞ്ഞൂടെ ഇത് ആരൊക്കെ കേൾക്കും, എത്ര പേര് കേൾക്കും ഒന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചോളണം, നിങ്ങൾക്കൊരു സത്യയുഗത്തെ അല്ലെങ്കിൽ ഈ അടുത്ത കാലഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു വിളി നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്റേത് കേൾക്കുകയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കേട്ടിട്ട് അതുകൂടി ഒന്നും മനസ്സിലാക്കാതെ പിന്നെ ഉപേക്ഷിച്ച് കളയുകയും ചെയ്യും. പിന്നെയും കേൾക്കണം എന്നൊരു ടെൻഡൻസി ഉള്ളിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആത്മാവിന്റെ ആ ഒരു തീഷ്ണതയാണ്. അത് ദൈവം അലവ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാൻ തോന്നുകയും പിന്നെയും കേൾക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇയാളുകാർ ഇതൊക്കെ പറയാൻ എന്നൊക്കെ പറഞ്ഞ് പലരും ചിന്തിക്കുന്നുണ്ട്. എനിക്കതറിയാം. കാര്യം ഇത് 15-16 വർഷം മുമ്പേ ഞാൻ അനുഭവിച്ച കാര്യമാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് തന്നെ ഒരു വശത്ത് റിജക്ഷൻ സംഭവിക്കുന്നു. അതായത് എന്നോട് അത്ര താല്പര്യം വരുന്നില്ലെങ്കിലും അടുത്ത മെസ്സേജ് പുള്ളി എന്ത് പറയുന്നു എന്ന് കേട്ട് നോക്കാം എന്ന് ഉള്ളിലൂടെ ഒരു തോന്നൽ വന്ന് പിന്നെയും കേൾക്കുന്നെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ആത്മാവും സത്യയുഗത്തിലേക്ക് വേണ്ടി ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ചില ആത്മാക്കളാണ്. പക്ഷെ ആ ആത്മാവിന്റെ അത്ര ലെവലിൽ നിങ്ങളുടെ മനസ്സ് പാകപ്പെട്ട് വന്നിട്ടില്ല. ഇത് ഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സമ്മതിക്കുന്നില്ല. കാര്യം നമ്മൾ ഇതിനെക്കാട്ടി വലിയ ഒരു സംഘടനയിൽ പണ്ട് ദൈവത്തിന്റെ ആളായി നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവം തന്നെ ഭൂമിയിൽ അവതരിച്ച ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമാണല്ലോ ഞാൻ. അപ്പൊ ഞാൻ എല്ലാം ഓക്കെ ആയി ഇന്ന് മനസ്സിരിക്കുന്ന നിങ്ങൾക്ക് അതിനപ്പുറത്തോട്ട് ചില പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. ആത്മാവ് അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യക്തി പറയുന്നത് എന്താണെന്ന് പിന്നെയും കേട്ടു നോക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാതെ ആദ്യമേ കളഞ്ഞിട്ട് പോകുമായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ കമന്റിലൊക്കെ നോക്കുമ്പോൾ പല വ്യക്തികളും ഇതിനെ എതിർക്കുന്ന വ്യക്തികൾ പിന്നെയും എന്റെ മെസ്സേജുകൾ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ എതിർത്ത് പറഞ്ഞുകൊണ്ടേയിരിപ്പുണ്ട്. അപ്പൊ എനിക്ക് ചിരി വരും. കാരണം ആത്മാവ് അത് അംഗീകരിക്കുന്നത് കൊണ്ടാണ് എന്റെ മെസ്സേജ് പിന്നെയും കേൾക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം കേൾക്കുള്ളൂ, പിന്നെ കേൾക്കുകയേ ഇല്ല. കാര്യം ആദ്യമേ തള്ളിക്കളയും. അപ്പൊ തള്ളിക്കളയാതെ പിന്നെയും കേൾക്കുന്നതിന്റെ കാരണം അവരുടെ ആത്മാവ് എന്നെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തി, ഈ ഭൗതിക മനസ്സുള്ള ഈ വ്യക്തി അതങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ ആത്മാവിനെ തിരിച്ചറിയുക. താല്പര്യം തോന്നുന്നുണ്ട്, പിന്നെ കേട്ട് നോക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിന്റെ ഇഷ്ടമാണെന്ന് ഇതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിലൂടെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പം എടുത്തു പറയുന്ന ഒരു പ്രത്യേക കാരണം, ഈ സത്യയുഗത്തിലേക്ക് പോകാനായിട്ട് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഈ വിഗ്രഹാരാധന അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ട ചടങ്ങുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അല്ല സത്യയുഗത്തിലേക്ക് ഇനി ആൾക്കാർ പോകേണ്ടത്.
കാര്യം ഈ വിധ കാര്യങ്ങളിലൂടെ ചെയ്തും പ്രാക്ടീസ് ചെയ്തും വളർന്ന് വന്ന ചില വ്യക്തികളെ തന്നെയാണ് ഇനി അടുത്ത പടിയായിട്ട് ദൈവം തന്നെ ട്രെയിൻ ചെയ്ത് ഈ അടുത്ത കാലഘട്ടത്തിലേക്ക് മാറ്റി കൊണ്ടുപോകുന്നത്. അപ്പൊ അവര് ഇതെല്ലാം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും. കാര്യം അവരുടെ മനസ്സ് ഇതിന് അപ്പുറത്തോട്ട് മുകളിലോട്ട് വരും. അപ്പം അത് ദൈവം തന്നെയാണ് അവർ വരുത്തിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് ഇങ്ങനെ സംഘടനയിൽ പിടിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൽ അടിമപ്പെട്ട് മതത്തിൽ ഉറച്ചു നിൽക്കാൻ അങ്ങനെയൊന്നും അവർക്ക് തോന്നൂല. അപ്പൊ അവർക്ക് ദൈവമായിട്ടൊരു കണക്ഷൻ, അതായത് പ്രപഞ്ചമായിട്ട് അവർക്ക് നേരിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഉണ്ടായി വന്നിരിക്കും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നേരിട്ട് വന്നിട്ട് അവരുടെ ഉള്ളിലൂടെ അവരുടെ ആത്മാവിലൂടെ ദൈവം തന്നെ ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്ത് അവരെ ശുദ്ധീകരിച്ച് എടുക്കും. അതായത് അവരുടെ തെറ്റുകുറ്റങ്ങൾ, അവരുടെ മണ്ടത്തരങ്ങൾ, ഏതൊക്കെ നെഗറ്റീവ്സ് അവരിലുണ്ട്, എങ്ങനെ വന്നു, അത് മാറാൻ എന്ത് ചെയ്യണം, അതിനൊക്കെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം സ്വപ്നത്തിലൂടെയോ ധ്യാനിച്ചിരിക്കുമ്പോൾ ചില കാഴ്ചകളിലൂടെയോ ചില ശബ്ദങ്ങളിലൂടെയൊക്കെ അവരുടെ ആത്മാവിലൂടെ തന്നെ ദൈവം അവർക്ക് ഇൻഫർമേഷൻ കൊടുത്ത് പഠിപ്പിച്ചു വരുന്ന വ്യക്തികൾക്ക് മാത്രമേ സത്യയുഗത്തിലോട്ട് ആ യുഗത്തിലോട്ട് പ്രവേശനം പറ്റുള്ളൂ. അല്ലാതെ ഉള്ളവർക്കൊന്നും ഈ യുഗത്തിലോട്ട് പ്രവേശനം വരില്ല. പക്ഷേ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവരെ ശുദ്ധീകരിച്ചിട്ട് ആത്മാക്കളെല്ലാം സ്വർഗം എന്ന് പറയുന്ന ഡയമെൻഷനിലോട്ട് കൊണ്ടുപോകും. കാരണം ദൈവത്തോട് നേരിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തവർക്ക് അടുത്ത എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്ന ഇൻഫർമേഷൻ കിട്ടി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ദൈവം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഇനിയൊരു ഗുരു വഴി അല്ലെങ്കിൽ ജാതകം വെച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രഹനില വെച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലെ പാസ്റ്ററോ അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛൻ വഴി ഭാവി പ്രവചിച്ചും അങ്ങനെയൊന്നും അല്ല സത്യയുഗത്തിലേക്ക് പോകേണ്ട ആൾക്കാർ പോകേണ്ടത്. അവർക്ക് ദൈവമായിട്ട് നേരിട്ടാണ് കമ്മ്യൂണിക്കേഷൻ വരേണ്ടത്. അവർ അകമേ അവരുടെ ഉള്ളിലൂടെ തന്നെയാണ് ദൈവം ഇടപെടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ വേറെ ഒന്നിനെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അവർ ഇരിക്കുന്നിടത്ത് നിന്നും കൊണ്ട് ധ്യാനിച്ച്, കാര്യം പണ്ടുള്ള യോഗീശ്വരന്മാരെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പണ്ട് അപൂർവം 1-2 പേരൊക്കെ ഈ ലെവലിൽ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെയുള്ള ഒരു കൂട്ടം യോഗീശ്വരന്മാരെയാണ് സത്യയുഗത്തിലേക്ക് ദൈവം പ്ലാൻ ചെയ്യുന്നത്. ആ ലെവലിലേക്ക് അവർ എത്തണം. അപ്പൊ എന്നെയും ദൈവം ഈ ലെവലിലേക്ക് എത്തണം എന്നും പറഞ്ഞാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പൊ എനിക്ക് പറഞ്ഞിരുന്നത് ദൈവത്തിന്റെ ഒരു കൃപ, ആ ഒരു സ്നേഹം, ഒരു സഹായമാണ്, ഫ്രീ ആയി കിട്ടുന്ന ഒരു സഹായമാണ് എനിക്കിതൊക്കെ എനിക്ക് പറഞ്ഞിരുന്നത്, എന്റെ ആത്മാവിലൂടെ പറഞ്ഞിരുന്നത്. കാരണം എന്റെ ആത്മാവ് ഈ കഴിഞ്ഞ ജന്മത്തിലൊക്കെ ആ ഒരു ലെവലിൽ നിന്നൊരു ആത്മാവാണ്. പക്ഷെ ഈ ഭൂമിയിൽ വന്ന് ഞാൻ പിറക്കുമ്പോൾ എനിക്ക് ഭൗതിക കാഴ്ചകളും ഭൗതിക നേട്ടത്തിലും അല്ലെങ്കിൽ ഭൗതിക സുഖത്തിലും നിന്ന എനിക്ക് എന്റെ ആത്മാവിനോടൊപ്പം വളർന്നു വരാൻ കഴിയാത്തത് കൊണ്ടാണ് എന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് ഈ പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എനിക്ക് പറഞ്ഞു തരുമ്പോ ഈ ഞാനെന്ന വ്യക്തി ശരിക്കും എന്റെ ആത്മാവിന്റെ ലെവലിലേക്ക് ഞാനും ശ്രമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനും ഭൗതികനല്ലേ, ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തിയല്ലേ. അപ്പൊ എന്റെ ജന്മന ഞാൻ കാണുന്നതിലൊക്കെയല്ലേ എനിക്കും പ്രലോഭനവും ആകർഷണവും വരുള്ളൂ. ഇതേ അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങളുടെയൊക്കെ ആത്മാക്കൾ പവർഫുൾ ആണ്. പക്ഷെ നിങ്ങൾ എന്നുള്ള വ്യക്തി ഈ ചില ഭൗതിക വ്യക്തികളിലോ അല്ലെങ്കിൽ ചില സംഘടനകളിലോ അല്ലെങ്കിൽ ചില മതങ്ങളിലോ ഒക്കെ നിങ്ങളാണ് അടിമപ്പെട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണ് അതിൽ അഡിക്റ്റായി പോയത്. ഒരിക്കലും നിങ്ങൾ ആത്മാവ് അങ്ങനെ അല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ പാകപ്പെട്ടും ഒന്ന് മാറിക്കൊടുക്കണം. നിങ്ങളുടെ ആത്മാവ് കുറച്ച് പവർഫുൾ ആണ്. ആ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആ ആത്മാവിന്റെ രീതിയിലേക്ക് നിങ്ങൾ പാകപ്പെട്ട് കൊടുക്കണം. ഞാനും അത് മനസ്സിലാക്കി എന്റെ ആത്മാവിലൂടെ ദൈവം പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനതനുസരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ ബാക്കി ആൾക്കാർക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് എന്റെ അടുത്ത് പറയുന്നു. അതിന്റെ നിയോഗം ഞാനത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞ് ഞാൻ സത്യയുഗത്തിലോട്ട് എത്തിയതെന്ന് എനിക്ക് പറയാൻ പറ്റൂല. കാരണം അങ്ങനെ എത്തിയെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നുമില്ലാതെ സുഖ ജീവിതത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലേ എനിക്ക് സത്യയുഗത്തിലേക്ക് ഞാനും എത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, പണ്ടത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. ഇപ്പോഴും പല തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിലുണ്ട്. അതിനൊക്കെ ഞാനും മറികടന്ന് മുന്നോട്ട് പോകണം. അപ്പൊ ഈ ഒരു പ്രോസസ്സും ഈ ഒരു പഠിപ്പീരും ഇപ്പോഴാണ് ദൈവം ആരംഭിച്ചിരിക്കുന്നത്. അപ്പം ഇനിയുള്ള വ്യക്തികൾ അതിലോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവമായിട്ട് അവരുടെ ആത്മാവിലൂടെ സൃഷ്ടാവ ദൈവമായിട്ട് നേരിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ട് ഈ അദൃശ്യ ശക്തികളൊക്കെ അവരെ സഹായിക്കും. അതെല്ലാവരും സഹായിക്കും. നമ്മളെ എന്നെയൊക്കെ പല അദൃശ്യ ശക്തികൾ തന്നെയാണ് സഹായിക്കുന്നത്. അത് ഒരു പ്രകൃതിയുടെ ഒരു വ്യവസ്ഥയാണ്. മനുഷ്യന് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കെല്ലാം അദൃശ്യ ശക്തികളുടെ സഹായത്തിലെ സകല കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പക്ഷെ സൃഷ്ടാവാൻ ദൈവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴാണ് ഈ അദൃശ്യ ശക്തികളിലൂടെ പല പുതിയ കാര്യങ്ങളും അല്ലെങ്കിൽ പല അമാനുഷികമായ ചില സംഗതികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടാണ് അതിലൂടെ പഠിച്ചാണ് നിങ്ങൾ സത്യയുഗം അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് പതുക്കെ വരുന്നത്. ഇത് ഒരു വശം.
ഇനി മറുവശത്ത് ചില വ്യക്തികൾ, എന്റെ മെസ്സേജും കാര്യങ്ങളെല്ലാം കേൾക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു ലെവലിലേക്ക് ഉയർന്നു വരാൻ പറ്റുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനോ ദർശനങ്ങളോ കാഴ്ചകളിലൂടെ അവരുടെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ പല രീതിയിലുണ്ട്. ഉപമകളാൽ അല്ലെ ഉപനിഷത്തുകളാലേ പറഞ്ഞു കൊടുക്കുള്ളൂ. കഥാരൂപേണയായ ദൈവം ആത്മാവിലൂടെ കാണിച്ചു കൊടുക്കുള്ളൂ. അതിൽ നിന്നും അവരുടെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഗ്രഹിച്ചെടുക്കണം. അത് ഞാൻ അടുത്ത മെസ്സേജിലൂടെ അത് പറഞ്ഞുതരാം. എങ്ങനെ ഗ്രഹിച്ചെടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിലൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി വരും. കാരണം ദൈവം എന്ന് പറയുന്നത് ഈ കഥാരൂപേണയെ നമ്മളോട് സംസാരിക്കുകയുള്ളൂ, ഉപനിഷത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയുള്ളൂ. അപ്പൊ അത് നമ്മൾ ഗ്രഹിച്ചെടുക്കണം. കാണുന്നത് ഇങ്ങനെ ഗ്രഹിച്ചെടുത്ത് അതിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് അടുത്ത സത്യയുഗത്തിലോട്ട് പോവേണ്ടത്. ഇത് ഒരു വശം. ഇനി മറുവശത്ത് ചില വ്യക്തികൾക്ക് ഈ ഒരു ആത്മീയ വളർച്ച വരാത്ത വ്യക്തി, ഇപ്പൊ ഈ ഗ്രഹിച്ചെടുക്കണം എന്നുള്ള സ്വപ്ന രൂപേണ എന്നൊക്കെ പറയുന്നത്, പക്ഷെ ഞാനീ പറയുന്നത് ഒരു സംശയം ചോദിക്കുമ്പോൾ, ഒരു കാര്യം ചോദിക്കുമ്പോൾ, കാര്യം ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യമായിട്ട് ബന്ധപ്പെടുത്തി അത് വെച്ചും കൊണ്ട് ഒരു ദർശനം ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. അതായത് ഒരു ചോദ്യത്തിന് അപ്പോൾ തന്നെ അല്ലെ അങ്ങനെ തന്നെ മറുപടി തിരിച്ചു കിട്ടുന്ന ലെവലിലേക്ക് ഉയർന്നു വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ തെറ്റുകുറ്റങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കി ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതാണ് ദൈവം ഇനി വെച്ചിരിക്കുന്ന ഈ പുതിയ കാര്യം. ഇതിന് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നിലൂടെ ദൈവം പറയുന്നത് ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന ഈ സത്യയുഗത്തിലേക്കുള്ള പുതിയ കാര്യമെന്ന് ജനങ്ങളെ അറിയിക്കുക. അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തുന്നവർക്ക് സത്യയുഗത്തിലേക്ക് എത്തിയിരിക്കും. അവരെ ദൈവം ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കും. ഇനി ചില വ്യക്തികൾക്ക് ഈ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. കാരണം അത്രത്തോളം നെഗറ്റിവിറ്റി കൂടി നിൽക്കുന്ന ചില വ്യക്തികൾക്ക് പെട്ടെന്ന് ഈ ലെവലിൽ എത്തൂല. അങ്ങനെയുള്ളവർ ദൈവത്തോട് സദാ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എനിക്കും ആഗ്രഹമുണ്ട്, എനിക്കും ഈ ലെവലിൽ എത്തണം, എനിക്കും ദർശനങ്ങളും കാര്യങ്ങളും കിട്ടണം, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് കിട്ടണമെന്ന് സദാ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഉടനെ നടന്നില്ലെങ്കിലും ദൈവം ചില വഴികളിലൂടെ നിങ്ങളെ നടത്തിച്ചിട്ട് ഈ ലെവലിലേക്ക് എത്തിച്ചിരിക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇത് ഒരു വിഭാഗക്കാർ. അപ്പൊ അങ്ങനെ ഈ രണ്ട് രീതിയിൽ സത്യത്തിലേക്ക് ആൾക്കാരെ പറ്റും. ഇനി മറ്റൊരു വിഭാഗം ആൾക്കാർ, ഇത് എന്റെ മെസ്സേജ് കേൾക്കുന്നവരെ, ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കില്ല. അത്ര അങ്ങോട്ട് പറഞ്ഞൊന്നും അങ്ങോട്ട് എടുക്കാനും പറ്റുന്നില്ല. എന്തൊക്കെയോ പുള്ളി പറയുന്നു, എന്തൊക്കെയോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് സംശയിച്ചും കൊണ്ട് ഈ ഒരു ലെവലിലേക്ക് അവർ ഉയർന്നു വരാതെ, പക്ഷെ അവരെ ആത്മാവ് ഞാൻ പറഞ്ഞതുപോലെ ഇത്തിരി ഉയർച്ച ഉള്ളത് കൊണ്ടാണ് എന്റെ മെസ്സേജ് പിന്നെയും കേൾക്കണമെന്ന് തോന്നുകയും അവരിത് കേൾക്കുകയും ചെയ്തത്. പക്ഷെ ഈ വ്യക്തികൾ അങ്ങോട്ട് സറണ്ടറായി കൊടുക്കൂല. അവർ ഈ ഭൗതിക സുഖത്തിലും അതിലും അടിമപ്പെട്ട് കിടക്കുന്നത് കാരണം ദൈവത്തോട് ചില ന്യായങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് തന്നെ അവർ തന്നെ ചില ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ നിൽക്കുന്ന രീതിയിൽ തന്നെ ഒരു വാശി പോലെ പിടിച്ചു നിൽക്കും. കാര്യം അവർ പിടിച്ചിരിക്കുന്നതാണ് കറക്റ്റ്, അതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കും. പക്ഷെ ദൈവത്തിനറിയാം അവർ ഇനിയും വളരാനുണ്ട്, എങ്കിലേ അകത്തിരിക്കുന്ന ആത്മാവിന് ഈ സത്യയുഗത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ ദൈവത്തിനറിയാം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം തന്നെ ചില സാഹചര്യങ്ങൾ ഒരുക്കി അവരെ പഠിപ്പിച്ച് ചില കഷ്ടത്തിലൂടെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതാണ് വഴിയെന്ന് അവരുടെ അനുഭവത്തിലൂടെ പഠിപ്പിച്ചെടുക്കും. അങ്ങനെ പഠിപ്പിച്ച് ഒരു ലെവലിൽ എത്തുമ്പോൾ അവരുടെ മനസ്സ്, ഈ വ്യക്തികൾ തന്നെ ദൈവത്തിന്റെ മുന്നിൽ സാഷ്ടാംഗം തോറ്റിരിക്കും. ദൈവത്തിന്റെ മുന്നിൽ അവരുടെ ആ ഒരു ഉയർന്ന മനസ്സൊക്കെ താന്നിരിക്കും. ദൈവം പറയുന്ന വഴിയിലേക്ക് അവർ താനെ വന്നിരിക്കും. ആ ലെവലിലേക്ക് ഒരു വിഭാഗക്കാരെ ദൈവം തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടെത്തിക്കും. അപ്പൊ കാരണം അവരെ ആത്മാവാണ് ഇതിനെ കൂട്ടി നിൽക്കുന്നതെന്ന് ആദ്യം തിരിച്ചറിയണം. അവരെ ആത്മാവിന് ഈ സത്യബോധത്തിലേക്ക് പോകണം, അത് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഇരിക്കുന്ന വ്യക്തികൾ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. അവരെ തീയിലൂടെ സ്വർണത്തെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? തീയിൽ കൂടുതൽ പഴിപ്പിക്കും തോറും അതിൽ ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ അതിലുള്ള അഴുക്ക് മാലിന്യം നശിച്ച് സ്വർണം ശുദ്ധമായ സ്വർണമാകുന്നത് പോലെ ഈ വ്യക്തികളെ ചില ജീവിത സാഹചര്യത്തിലൂടെ ഈ അദൃശ്യ ശക്തികൾ കയറ്റി ഇറക്കി ഒന്ന് പഠിപ്പിച്ച് ഇവരെയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ ഇത് താനെ ക്ലിയർ ആയിക്കോളും. ഇപ്പൊ ജനലിലൂടെ ഞാൻ ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നതിന്റെ മെയിൻ കാരണമേ പല വ്യക്തികളെയും ഈ ശുദ്ധീകരണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് തുടങ്ങി കഴിയുന്നു. പക്ഷെ അവർക്ക് ഇത് പിടികിട്ടുന്നില്ല. അവര് കഷ്ടങ്ങൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അവിടെ പോയി പ്രാർത്ഥിച്ച് ഇവിടെ പോയി പ്രാർത്ഥിച്ച് ഓടിക്കൊണ്ടിരിക്കുകയും. പക്ഷെ അവര് തിരിച്ചറിയണം, നിങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഒരുപാട് അറിവുകളും കാര്യങ്ങളൊക്കെ നേടി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് തോറ്റു കൊടുക്കാതെ അല്ലെങ്കിൽ ആ ഒരു പിടി ഒന്ന് അഴിഞ്ഞു കൊടുക്കാതെ ഒരു കടമ്പിടുത്തം ഒരു ചെറിയൊരു വാശി പോലെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ ദൈവം തന്നെ അലവ് ചെയ്ത് ഈ ശോധന ഈ പഠിപ്പീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മാവിനെയും ഈ സത്യയുഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ദൈവം തന്നെ അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠിച്ചതും മനസ്സിലാക്കിയതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിച്ചു വന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് അവസാനിക്കും. ഇല്ലെങ്കിൽ ഈ ട്രെയിനിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് പ്രധാനമായി നിങ്ങളെ ഞാൻ അറിയിക്കുന്നത്. ഇതൊക്കെ എനിക്ക് ദൈവം പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതാണ്.
ഇങ്ങനെ 2-3 രീതിയിലാണ് ഓരോരുത്തർക്ക് ഇതിലോട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം. ചിലർക്ക് ഇതൊക്കെ കേട്ടിട്ട് തീക്ഷ്ണമായ രീതിയിൽ അതിഭയങ്കരമായ ആവേശമൊക്കെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ പറയുന്നത് പോലെയൊക്കെ ശ്രമിച്ചു നോക്കി ഈ ദൈവമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടി അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ മുന്നോട്ട് വന്ന് സത്യയുഗത്തിലേക്ക് കടക്കും. ഇനി ഒരു വിഭാഗം അവർക്ക് ആഗ്രഹമുണ്ട്, ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല. അങ്ങനെയുള്ളവർ നിരാശപ്പെടരുത്. നിങ്ങൾ ആഗ്രഹിച്ചും കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ വഴികൾ തെളിഞ്ഞു വന്ന് ഈ രീതിയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കും. സ്വപ്പം ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം കുറെ നെഗറ്റീവ്സ് ഏതോ വഴിയിലൂടെ അടിഞ്ഞുകൂടി നിങ്ങളെ പുറകോട്ട് പിടിക്കുന്നത് കൊണ്ടാണ് എത്താൻ പറ്റാത്തത്. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്, നിങ്ങൾ സ്ട്രോങ് ആയി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ദൈവം തന്നെ അത് സഹായിച്ച് നിങ്ങൾ എത്രത്തോളം ശക്തമായി വിഷമിച്ചും ഒക്കെ നിങ്ങൾ നിരാശയോടെ പ്രാർത്ഥിക്കുന്നു, അതനുസരിച്ച് ദൈവം പെട്ടെന്ന് വഴി തുറക്കും. ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തും. ഇനി മൂന്നാമതൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇതെല്ലാം ഓക്കെ, പക്ഷെ ഇപ്പോഴും അന്വേഷിച്ച് പുതിയ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിപ്പുണ്ട്. പക്ഷെ ഇതൊന്നും ജീവിതത്തിൽ പാലിച്ചു പോകാൻ ഇപ്പോൾ അങ്ങോട്ട് പറ്റുന്നില്ല. അതായത് ചെറിയൊരു ഉഴപ്പ്, ഒരു വാശി, ഏതെങ്കിലും സംഘടനയിലോ ഏതെങ്കിലും മതത്തിലോ ഒക്കെ അടിമപ്പെട്ട് അല്ലെങ്കിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഞാൻ എല്ലാം ഓക്കെ ആയി എന്ന രീതിയിലൊക്കെ ഇരിക്കുന്ന ചിലരുണ്ട്. അവരെയൊക്കെ ദൈവം ജീവിത സാഹചര്യത്തിലൂടെ തന്നെ ചിലത് പഠിപ്പിച്ച് അവരുടെ ചുരുക്കം പറഞ്ഞ എന്ത് പറയുന്ന വെച്ചാൽ ഈ കല്ല് മനസ്സ്, എനിക്കിങ്ങനെയൊക്കെ പറ്റൂ എന്നൊക്കെ ഉള്ള ഒരു കല്ല് മനസ്സുണ്ട്. ആ കല്ലിനെയൊക്കെ പൊട്ടിച്ച് താഴ്ത്തി ദൈവം തന്നെ ചില അദൃശക്തികളിലൂടെ ഈ ഒരു സത്യയുഗത്തിലേക്ക് കൂട്ടരെയും കൊണ്ടുവരും. ഇതും ആരംഭിച്ചിട്ടുണ്ട്. ഈ 3 രീതികളും ഇപ്പൊ ഭൂമിയിൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കും. 2012, 2013 മുതൽ ഇങ്ങോട്ട് അങ്ങനെയാണ്. ഇത് ഓരോ വർഷങ്ങൾ അല്ലെങ്കിൽ സമയം കഴിയുന്തോറും ഇതിന്റെ കാഠിന്യം കൂടിക്കൂടി വരും. അങ്ങനെ വന്ന് ഈ വിഭാഗക്കാരെ സത്യയുഗത്തിലേക്ക് ദൈവം ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നേ ഇരിക്കും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ